ഇല്ലില്ല, ഞങ്ങൾ അറിയിച്ചില്ല. അതിന് അവർ തീരുമാനിക്കണ്ടേ, ഞങ്ങൾക്കതിന് അതുപോലെ തീരുമാനിക്കാനൊന്നുമില്ല. NCPയുടെ മന്ത്രി ആരായിരിക്കണം എന്നുള്ളത്, മന്ത്രി ആവേണ്ടതുണ്ടോ ഇല്ലയോ എന്നുള്ളതെല്ലാം തീരുമാനിക്കേണ്ട അവരാണ്. അവർ തീരുമാനിക്കുന്നതനുസരിച്ച് ഞങ്ങൾക്ക് ഇവിടെ ആവശ്യമായ നിലപാട് സ്വീകരിക്കണം. അല്ല, അത് ഞങ്ങളുടെ മുമ്പിൽ അതില്ലല്ലോ. അവിടെ കേന്ദ്രത്തിൽ ചർച്ച ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ പോയിട്ട് ഇവരെല്ലാം ചർച്ച ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഭാഗമായിട്ട് കേന്ദ്രത്തിൻ്റെ ഭാഗമായിട്ട് വരട്ടെ, അപ്പോൾ ആലോചിക്കാം. ഞങ്ങളുടെ മുമ്പിലില്ല. ആ പരാതി നമ്മുടെ മുമ്പിലില്ല. നിങ്ങളുടെ മുമ്പിൽ, ഞങ്ങളുടെ മുമ്പിൽ അങ്ങനെ ഒരു പരാതിയില്ല. അല്ല, ഞങ്ങളത് അജണ്ടയിൽ നമ്മുടെ മുമ്പിലില്ലത്. പിന്നെ വെറുതെ അതിനെപ്പറ്റി ചർച്ച ചെയ്തിരുന്ന കാര്യം. നിങ്ങളിപ്പോൾ അവിടെ പ്രകാശ് കാരാട്ടോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രകാശ് കാരാട്ടും അവർ നടത്തിയ ചർച്ചയെ സംബന്ധിച്ച് നമ്മളോട് പറയല്ലോ. അപ്പോൾ നമുക്കറിയിക്കാം, നമ്മുടെ മുമ്പിലില്ല. ഞാൻ പറഞ്ഞത് എല്ലാം ഉൾച്ചേർത്തിട്ടുണ്ട്. നിങ്ങൾ പറഞ്ഞത് കേന്ദ്ര നേതൃത്വം ചർച്ച ചെയ്തിട്ടുണ്ട് എന്നാണ്. കേന്ദ്ര നേതൃത്വം ചർച്ച ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഞങ്ങൾ അറിയേണ്ടതും ഞങ്ങൾ നിലപാട് സ്വീകരിക്കേണ്ടതുമാണ് പ്രശ്നമെങ്കിൽ നമ്മുടെ മുമ്പിൽ വരുമല്ലോ. അപ്പോൾ അങ്ങനെ നമ്മുടെ മുമ്പിൽ വന്നാൽ അപ്പോഴാലോചിക്കും. ഇപ്പോഴും നമ്മുടെ മുമ്പിൽ വന്നിട്ടില്ല. അല്ല, ഞങ്ങളല്ല നിലപാട് സ്വീകരിക്കേണ്ടത്. അത് അവിടെ നിന്ന് തീരുമാനിക്കേണ്ടതാണ്, അവർ തീരുമാനിക്കേണ്ടതാണ്. അവരെ പാർട്ടിക്കകത്ത് തന്നെയുള്ള പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് അവരും അതുപോലെ തന്നെ മറ്റു പാർട്ടികളുമായി ഉഭയകക്ഷി ചർച്ചയൊക്കെ നടത്തിയിട്ട് എന്തെങ്കിലും കാര്യം നമ്മളോട് പറയേണ്ടതുണ്ടെങ്കിൽ ഞങ്ങളത് കേൾക്കുക, മനസ്സിലാക്കുക, നിലപാട് സ്വീകരിക്കുക. അങ്ങനെയല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. ഞങ്ങളുടെ മുമ്പിൽ ഇപ്പോഴില്ല. ഞാൻ അങ്ങനെ ഒരു സാധ്യതയും കാണുന്നില്ല. ആര്? അതൊക്കെ നിങ്ങളൊക്കെ ആഗ്രഹമാണ്. ആഗ്രഹം എന്നോട് ചോദിച്ചിട്ട് എന്താ കാര്യം? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായിട്ട് പതിറ്റാണ്ടുകളായിട്ട് തുടർന്ന ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടികളിൽ ഒന്നാണ് NCP. അതിൽ പ്രസിഡന്റ് ആര്, സെക്രട്ടറി ആര് നോക്കിയിട്ടല്ലോ, ഒരു നിലപാടടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോടൊപ്പം നിൽക്കുന്നത്. ആ നിലപാടിൻ്റെ ഭാഗമായിട്ടാണ് അവർ ഞങ്ങളുമായിട്ട് സഹകരിച്ച് പ്രവർത്തിക്കുന്നത്. അല്ലാണ്ട് വേറെ ഏതെങ്കിലും രീതിയിലല്ല. ആരതിൻ്റെ പ്രസിഡന്റ് ആവുന്നു, ആരതിൻ്റെ സെക്രട്ടറി ആവുന്നു നോക്കിയിട്ടല്ല. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഒരു രാഷ്ട്രീയ നിലപാടിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് മാത്രമേ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ സാധിക്കൂ. ഇല്ല, ഒരു പുനഃസംഘടനയും നമ്മൾ ഇതിനാണ് പുനഃസംഘടന.